നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന ഹെഡിങ് കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി. ഒരു സ്വത്വം അഥവാ വ്യക്തിത്വ പൈതൃകമായി ഒരു വ്യക്തിയുടെ സ്വത്വം, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഐഡൻറ്റിറ്റീസ് ആർ നോട്ട് ഇൻഹെറിറ്റഡ് ബട്ട് ഫാഷൻഡ് ബോത്ത് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് ദി ഗ്രൂപ്പ് ത്രൂ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ജന്മനാൽ ലഭിക്കുന്ന ഒന്നല്ല, ഒരു വ്യക്തിയുടെ സ്വത്വം എന്ന് പറയുന്നത്. ബട്ട് ഫാഷൻഡ് ബോത്ത് ബൈ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി ഗ്രൂപ്പ് ത്രൂ ദെയർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഗ്രൂപ്പോ വ്യക്തികളോ അവന് കിട്ടുന്ന ഒന്നാണ്. ഫാഷൻഡ് ആയിട്ട് ലഭിക്കുന്ന, അവൻ പ്രദർശിപ്പിക്കുന്ന അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒന്നാണ് അവൻ്റെ ഐഡൻറ്റിറ്റി. എവരി പേഴ്സൺ ഇൻ മോഡേൺ സൊസൈറ്റി പ്ലേസ് മൾട്ടിപ്പിൾ റോൾസ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ റോളുകളാണ് സമൂഹത്തിൽ ചെയ്യുന്നത്. ഇൻ എ കൾച്ചർ ദർ ക്യാൻ ബി മെനി സബ് കൾച്ചേഴ്സ്. ഒരു സംസ്കാരത്തിൽ തന്നെ കൂടുതൽ സബ് കൾച്ചർ കാണാം. ലൈക്ക് ദാറ്റ് ഓഫ് ദി എലൈറ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് യൂത്ത്. ഉയർന്ന ജാതിക്കാരനും തൊഴിലാളികളുള്ള യൂത്തും. സബ് കൾച്ചേഴ്സ് ആർ മാർക്ഡ് ബൈ സ്റ്റൈൽ, ടേസ്റ്റ് ആൻഡ് അസോസിയേഷൻസ്. സബ് കൾച്ചർ മാർക്ഡ് ബൈ അവരുടെ സ്റ്റൈലും ടേസ്റ്റും അസോസിയേഷനും ഒക്കെ വ്യത്യസ്തമായിരിക്കും. തൃശ്ശൂരുകാർ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാഷ, അവരുടേതായ സ്റ്റൈല്, അവരുടേതായിട്ടുള്ള ടേസ്റ്റ്, അസോസിയേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി സ്വത്വം അഥവാ വ്യക്തിത്വം പൈതൃകമായി ലഭിക്കുന്നതല്ല, സ്വന്തം രൂപപ്പെടുന്നത് മറ്റുള്ളവരുമായുള്ള അവരുടെ ബന്ധങ്ങളിലൂടെയാണ് സ്വത്വം രൂപപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ സ്വത്വം അയാൾ വഹിക്കുന്ന സാമൂഹ്യ പങ്കിലൂടെ വെളിവാക്കപ്പെടുന്നു. പ്രത്യേക വേഷങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേക അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഒരാൾക്കൊരാളുടെ പങ്ക് നിർവഹിക്കണമെങ്കിൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും മാത്രം പോരാ, തിരിച്ചറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും വേണം. ഈ അംഗീകരിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.